നമസ്കാരം, ഐക്യ മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ മൂസ മുഹമ്മദ് ഇക്ബാൽ. അധികം മലയാളികൾ കണ്ടിരിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സിനിമയുടെ DVD ഇന്ന് വന്നിട്ടുണ്ട്. അതിന്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് 4 മലയാള സിനിമകൾ തിയേറ്ററിൽ റിലീസ് ചെയ്തിരുന്നു. ഇതിൽ 2 എണ്ണം മാത്രമേ കാണാൻ സാധിച്ചിട്ടുള്ളൂ. ഞാൻ പ്രകാശനും പ്രേതം 2 തുടങ്ങിയുള്ള സിനിമകൾ ഞാൻ കണ്ടു. അതിന്റെ റിവ്യൂ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള സിനിമകൾ കാണാൻ സാധിച്ചിട്ടില്ല, കാരണം ഒരു നെട്ടോട്ടായിരുന്നു ഇന്ന്. അതിൻ്റെ ഇടയ്ക്ക് ഈ DVD റിലീസ് സത്യത്തിൽ നോക്കാൻ സാധിച്ചില്ല. മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിരുന്നു, പക്ഷെ അത് എടുത്തു നോക്കാനുള്ള ഒരു സമയം കിട്ടാത്തതുകൊണ്ട് തന്നെ DVD റിലീസിനെ കുറിച്ച് പറയാൻ കുറച്ച് വൈകിപ്പോയി. പിന്നെ നമ്മളൊരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള അമൽ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഇത്തരത്തിലൊരു DVD വന്നിട്ടുണ്ടെന്ന്. തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ ഇനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക. ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ള മലയാളം DVD എൻ്റെ മെഴുകുതിരി അത്തായങ്ങൾ എന്ന് പറയുന്ന സിനിമയാണ്. ഈ സിനിമ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഈ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിഞ്ഞിരുന്നു. അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന ഒരു സിനിമയായിട്ടാണ് വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഒന്ന് കണ്ടു നോക്കാൻ ശ്രമിക്കാം. കണ്ടിട്ടുള്ളവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, എങ്ങനെയുള്ള സിനിമയാണെന്ന്. മറ്റുള്ളവർക്ക് അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു പ്രചോദനമായിരിക്കും അത്. പിന്നീട് നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു മലയാള സിനിമ, അതായത് തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പോകുന്ന മലയാള സിനിമ തട്ടിൻപുറത്ത് അച്യുതൻ എന്ന് പറഞ്ഞ സിനിമയാണ്. ചാക്കോച്ചൻ നായകനായിട്ടുള്ള ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് ലാൽ ജോസ് ആണ്. ഇതിന്റെ ട്രെയിലറും പാട്ടുകളൊക്കെ വന്ന സമയത്ത് നല്ല പ്രതീക്ഷ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ സിനിമ നാളെ കണ്ടിട്ട് അതിന്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കാം. ഓക്കെ, ബൈ.